Poco F3 launched in India. Super powered turbo AMOLED display. വളരെ ergonomic ആയിട്ടുള്ള slipstream design. Powerful processor with vapor chamber cooling system. Maglev Triggers എന്നറിയപ്പെടുന്ന ഗെയിമിംഗ് ട്രിഗേഴ്സുകൾ, 3 ഗെയിമിംഗ് മൈക്കുകൾ. ഓക്കെ, ഇത്രയൊക്കെ മതി ഗൈസ്, ഇത്രയൊക്കെ മതി ഒരു ഫോണിന്റെ ലെവൽ ഏതെന്ന് മനസ്സിലാക്കാൻ. ഒരിക്കലും ഞാൻ പോക്കോനെ പൊക്കി പറയില്ല. പോക്കോ F3 GT ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല അടിപൊളി പവർഫുൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ്. ഈ സെഗ്മെന്റ് ഒരു ബെസ്റ്റ് ഫോണാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നോഡ് 2നെ പുച്ഛിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും OnePlusനെ ഞാൻ പുച്ഛിച്ച് പറയില്ല. നമ്മൾ ആസ് എ ടെക്നോളജി ക്രിയേറ്റർ ഞാൻ എല്ലാ ഫോണിനും ഒരേപോലെ ആയിരിക്കും കാണാം. സോ പോക്കോ F3 GTന്റെ ഒരു സ്പെക്കും അതേപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചെറിയ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഈ സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ഫോണാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിൽ പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്താൽ പോയത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോക്കോ F3 GTന്റെ ഡിസൈന് പറ്റി തുടങ്ങാം. ഒരു ഭയങ്കര ഒരു കംഫർട്ട് തരുന്ന അല്ലെങ്കിൽ ഒരു എർഗണോമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ. കാരണം ഫോണിന്റെ പല പോർഷൻസും ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി പല രീതിയിലുള്ള കർവ് ഡിസൈൻസും ഭയങ്കര ഗ്രിപ്പിലുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഗെയിമേഴ്സിന് മോസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്. ഒരു എന്താ പറയുക മെറ്റാലിക് ഫ്രെയിം കൊണ്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ. സോ വേറെ ലെവലാണ് ഡിസൈൻ്റെ കാര്യത്തിൽ. പോക്കോ F3 GT ഒരു രക്ഷയില്ല. ഒരു പവർഫുൾ ഡിസൈൻ തന്നെയാണ് പോക്കോക്കാർ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പോക്കോ F3 GTയുടെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 120 Hz ഒരു റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ചിൻ്റെ ഒരു ടെർബോ AMOLED ഡിസ്പ്ലേ ആണ് പോക്കോ F3കാർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ പോക്കോ F3 ഡിസ്പ്ലേ എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ നല്ല രീതിക്ക് പറ്റുന്ന ഒരു ടെർബോ AMOLED 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. മാത്രമല്ല 480 Hz ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗെയിമേഴ്സിന് ഏറ്റവും നല്ലൊരു ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു AMOLED ഡിസ്പ്ലേ വിത്ത് 120 Hz 480 ടച്ച് റെസ്പോൺസും. സോ മതി കേസ്. ഓക്കെ, പിന്നെ കേസ് ഓക്കെ ഇതൊരു 10-bit ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ HDR10+ സപ്പോർട്ടും നമ്മുടെ ഈ ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേക്കും അതേപോലെ തന്നെ ബാക്കും ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്റ്റഡ് ആണ്. ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ രണ്ട് ഭാഗത്തുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഒരു കുഴപ്പം വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂവിൽ ഞാൻ കാണുന്നത് ഒരു നല്ല ഡിസ്പ്ലേ എന്നാണ് തന്നെ. ഇനി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊസസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ OnePlus Note 2 അതിൻ്റെ സെയിം SoC തന്നെയാണ്. കാരണം മീഡിയാടെക്കിൻ്റെ Dimensity 12000 1200 ആണ് വന്നിട്ടുള്ളത്. സെയിം ചിപ്സെറ്റ് തന്നെയാണ് Note 2ലും പോക്കോ F3 GTയിലും വന്നിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഇതിൽ Android 11 കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ MIUI 12.5 കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ UFS 3.1ന്റെ ഒരു സ്റ്റോറേജ് ആണ്. സോ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്. പിന്നെ നമുക്ക് നല്ല രീതിക്ക് ഒരു ഗെയിം കളിക്കാൻ പറ്റിയ ഒരു പെർഫോമൻസ് തരുന്ന ഫോണാണ്. കാരണം ഇതിൽ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. സോ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ സഡൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റിനെ കൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി പോക്കോ F3 GTയിൽ കൊണ്ടുവന്നുള്ളതാണ് പറയുന്നത്. പിന്നെ GT സ്വിച്ചസ്, മാഗ്ലെവ് ട്രിഗേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ഗെയിമിംഗ് ട്രിഗർ പോക്കോക്കാർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫയർ ബട്ടണും അതേപോലെ സ്കോപ്പ് ബട്ടണൊക്കെ നിൽക്കുമല്ലോ PUBG കളിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട്. സോ നമുക്ക് 4 ഫിംഗർ കളിക്കാൻ വേണ്ടി ഒരു ഗെയിമിംഗ് ട്രിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനൊരു സ്വിച്ച് ഉണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ആ സ്വിച്ച് ക്ലിക്ക് ചെയ്യാൻ മാത്രമേ ആ ഒരു ഗെയിമിംഗ് ട്രിഗേഴ്സ് പോപ്പപ്പ് ആയിട്ട് വരുള്ളൂ. അല്ലാത്ത പക്ഷം അതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും. നമ്മൾ ആ ഗെയിമിംഗ് സ്വിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ട്രിഗേഴ്സ് എന്ത് ചെയ്യും പോപ്പപ്പ് ആയിട്ട് വരുള്ളൂ. സോ അതൊരു കിടക്കാച്ച ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതൊരു ഈ ഒരു സെഗ്മെന്റിൽ എവിടെ ഞാൻ അങ്ങനത്തെ ഒരു ഫീച്ചർ കണ്ടിട്ടില്ല. മാഗ്ലെവ് ട്രിഗേഴ്സ് എന്നാണ് അവരിതിനെ വിളിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസും ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെയാണ്. ഇനി ഞാൻ പോക്കോനെ പൊക്കി പറയുന്ന ഒരാളും പറയരുത്, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്ന ഫോൺ തന്നെയാണ് കേട്ടോ. പെർഫോമൻസ് വൈസ് രണ്ടും ഈക്വൽ ആണെങ്കിലും നോഡും ഇതും ഈക്വൽ ആണെങ്കിലും കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുതൽ നമ്മളെ പോക്കോ F3 GTയിലാണ് വന്നുള്ളത്. പിന്നെ കേസ് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നുള്ളത്. 64 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 16 MB ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് ഫ്രണ്ടിൽ. ഓക്കെ, സാധാ വരുന്ന ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ക്യാമറ മൊഡ്യൂള് ബാക്കിലായിട്ട് കാണുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ മൊഡ്യൂളിൽ ഒരു RGB ഗ്ലോ ലൈറ്റ് സെറ്റപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ക്യാമറയുടെ ചുറ്റും നല്ല കിടിലൻ ലൈറ്റ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ പല പല കളേഴ്സിലുള്ള ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്യാമറയുടെ ചുറ്റും ഇങ്ങനെ നല്ല വൈബായിട്ട് കത്തുന്നത് കാണാൻ പറ്റും. സോ അതൊരു കിടക്കാച്ച ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ ഗെയിമിംഗ് ഫോൺസിൽ മാത്രമേ ഇത്
കണ്ടിട്ടുള്ളൂ. സോ ഇതൊരു ഗെയിമിംഗ് ഫോണാണ്, എന്നാലും അത്യാവശ്യം കിടിലനായിട്ടുള്ളൊരു എന്താ പറയുക ലുക്കായിരിക്കും നമുക്ക് ക്യാമറ മൊഡ്യൂളിൽ കിട്ടുക. പിന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 5065 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ഉണ്ട്. ഇപ്പോൾ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് പോക്കോ F3 GT അവൈലബിൾ ആണ്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ 3 മൈക്ക് വരുന്നുണ്ട്. സാധാരണ ഫോണിൽ 1 മൈക്ക് അല്ലെങ്കിൽ 2 മൈക്കാണ് വരാറുള്ളത്. ഇതിൽ 3 മൈക്ക് വരുന്നത്. അതായത് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ എല്ലാ ഓഡിയോസും വളരെ ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി 3 മൈക്ക് പോക്കോക്കാർ ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടിയിലും താഴെയും പിന്നെ സൈഡിലായിട്ടും 3 മൈക്കുകളാണ് പോക്കോ F3 GT വന്നിട്ടുള്ളത്. പിന്നെ ഇതിലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. നമുക്ക് 2 ഫോണിൻ്റെ താഴെയും മുകളിലും സൗണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസും കൂടി ആയിരിക്കും. ഇതൊരു 5G ഡിവൈസ് ആട്ടോ, എടുത്ത് പറയേണ്ട കാര്യമില്ല. മീഡിയാടെക്കിൻ്റെ 12000 എന്ന് പറയുന്നത് ഒരു 5G ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ 5G ആക്സസിബിൾ ആണ്. പിന്നെ ഈ ഫോണിന് IP53 ഒരു വാട്ടർ റെസിസ്റ്റന്റ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്പ്ലാഷ് പ്രൂഫ് ആണ് ഈ ഫോൺ. ഇതിന്റെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് കേസ്. ഓക്കെ, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിട്ട് പോലും പോക്കോക്കാർ ഇതുവരെ എന്തുകൊണ്ടാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കൊടുക്കാത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ഇതിലും ഒരു പവർ ബട്ടണിന് മേലുള്ള ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്. 205 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതേപോലെ തന്നെ 8.3 സംതിങ് ആണ് തിക്കും വരുന്നത്. സോ വെയിറ്റ് കുറച്ച് മോഡറേറ്റ്ലി ചെറിയൊരു കൂടുതലുണ്ടാവും, വലിയ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് കൂടുതലുണ്ടാവും, തിക്ക് വലിയ സീനൊന്നുമില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ചെറിയ പ്രശ്നമുള്ളത് 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ കാണുന്നില്ല. ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ട് ഹെഡ്ഫോൺ ജാക്ക് കാണുന്നില്ല. സോ നമ്മൾ സി പോർട്ട് വഴി നമുക്ക് ഇയർഫോൺ കണക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ വന്നേക്കാം. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാമറ സെറ്റപ്പിൽ മാത്രമേ ചെറിയൊരു നോർമലാലിറ്റി അല്ലെങ്കിൽ നോട്ട് 2 OnePlus Note 2 ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ക്യാമറ OnePlusൻ്റെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, വേറെ ലെവൽ. ഓക്കെ, ഞാൻ ഒരു ലക്ഷ്യമില്ല, ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് നല്ല അടിപൊളി കിടുക്കാച്ചി ഫോണാണ്. സോ ഇനി ഈ ഫോണിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ 6128 വരുന്നത് 26,999 രൂപയും 8GB 128GB വരുന്നത് 28,999 രൂപയും 8GB 256GB വേരിയന്റിന് വരുന്നത് 30,999 രൂപയാണ്. അത് ഫസ്റ്റ് സെയിലിൽ കുറച്ചും കൂടി വില കുറയും. ഓക്കെ, ഏകദേശം ഒരു 1000 രൂപേൻ്റെ അടുത്ത് വീണ്ടും വില കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പോക്കോ F3 GT ഇറങ്ങിയാൽ നോട്ട് 2ൻ്റെ ഒരു പെർഫോമൻസിനെ അത് ബാധിക്കുമെന്ന്. സോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇനി എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്, ആരും ജസ്റ്റ് ഞാൻ അതിനെ കളിയാക്കിയത് പറയണ്ട. സോ ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സോ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പുതിയ ടെക്നോളജിയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാവും. അതുവരെ ഗുഡ് ബൈ ഗൈസ്.